Hello everyone, welcome to my channel. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാനെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഒരു അര നാരങ്ങ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാല നല്ലതായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതായിട്ടൊരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനിന് പുരട്ടാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരു 1/2 കിലോ നെയ്മീനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല മീനിലെല്ലാം നല്ലതായിട്ട് നമുക്ക് പുരട്ടി മാരിനേഷന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂർ നമുക്ക് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് പാൻ ചൂടാക്കാൻ വെക്കാം. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മാരിനേറ്റഡ് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ട് മാത്രമേ നമ്മൾ ഫിഷ് ഇതിനകത്ത് ഇടത്തുള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ടേൺ ചെയ്യാം. പിന്നെ അടുത്ത സൈഡും കൂടെ വേവാൻ വേണ്ടി അതുപോലെ 15 മിനിറ്റ്സും കൂടെ നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാൻ പാടില്ല. തിരിച്ചങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ്, അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലതായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അരമണിക്കൂറും കൊണ്ട് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഇട്ട ഉടനെ നമ്മൾ ഫിഷ് ടേൺ ചെയ്യാൻ പാടില്ല. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു സൈഡ് നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേന് മാത്രമേ നമുക്ക് ടേൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ മീൻ പൊടിയാതെ നല്ല പോലെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി വരെ ബൈ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.